വിഷ്ണുവിന്റെ ശബ്ദം ഒരു ഇടിമുഴക്കം പോലെ ചെവിയിലേക്ക് തുളഞ്ഞു കയറുന്തോറും ദത്തൻ ഒരു അലർച്ചയോടെ ചാടി എഴുന്നേറ്റു. പെട്ടെന്നുള്ള അവന്റെ ഭാവമാറ്റിൽ വിഷ്ണു ഞെട്ടിലോടെ എഴുന്നേറ്റു. നീ ഇപ്പൊ എന്താ പറഞ്ഞു? എനിക്ക് അവളോട് പ്രണയമാണെന്നോ? നോ, നെവർ. ഒരിക്കലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഷീസ് മൈ എനിമി. എന്റെ ശത്രുവാ അവളും അവളുടെ കുടുംബവും. അവളുടെ കുടുംബത്തോടുള്ള എന്റെ പ്രതികാരം. അവളുടെ വയറ്റിൽ നാമിടുന്ന എന്റെ ഒരു കുഞ്ഞ്. ഇതിന് രണ്ടിനു വേണ്ടി മാത്രമാ ഞാൻ അവളുടെ കഴുത്തിൽ താൽ കെട്ടിയതും മനക്കിലേക്ക് കൊണ്ടുവന്നു. അല്ലാതെ എനിക്ക് അവളോട് മറ്റൊന്നും തന്നെ ഇല്ല. ഇനിയൊട്ടും ഉണ്ടാവാനും പോകുന്നില്ല. വാശിയോട് അവൻ പറഞ്ഞിരുത്തുമ്പോഴേക്കും വിഷ്ണുവിന്റെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു. എന്ന് നിനക്ക് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ ദത്ത? വിഷ്ണു ചോദിച്ചു കേട്ട് ദത്തൻ അവനെ കൂർപ്പിച്ച് നോക്കി. നീ എന്നെ നോക്കി പേടിപ്പിക്കുന്നു വേണ്ട ദത്ത. ഞാൻ പറഞ്ഞ സത്യം തന്നെയാ. നിനക്ക് അവളോട് തോന്നുന്ന വികാരം പ്രണയം തന്നെയാണ്. അതുകൊണ്ടാ നിനക്ക് അവളുടെ മുമ്പിൽ ചെല്ലുമ്പോഴിങ്ങനെയൊക്കെ തോന്നുന്നു. അല്ലെങ്കിൽ തന്നെ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ പ്രായത്തിനിടയിൽ നിനക്ക് ഏതെങ്കിലും ഒരുവളെ കാണുമ്പോഴോ അടുത്തിടപഴകുമ്പോഴോ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? അവൻ പറഞ്ഞൊരു നിമിഷം ചിന്തിച്ചു. ഇല്ല, ഒരിക്കൽ പോലും ആരോടും അങ്ങനെ തോന്നൽ പോലും ഉണ്ടായിട്ടില്ല. അവൻ ദയനീയതയോടെ വിഷ്ണുവിനെ നോക്കി. നീ അതിനെന്തിനാണ് ഇങ്ങനെ ടെൻഷനാവുന്നത്? അവൾ നിന്റെ ഭാര്യയല്ലേ. അപ്പൊ പിന്നെ അവളെ സ്നേഹിക്കാനും പ്രണയിക്കാനും നിനക്ക് പൂർണ്ണ അവകാശമുണ്ടല്ലോ. നിനക്ക് മാത്രമല്ലേടാ അതിന് അവകാശമുള്ളത്. പിന്നെ എന്താടാ? വിഷ്ണു അവന്റെ തോളിൽ തട്ടിക്കൊണ്ട് ചോദിച്ചു. അവന്റെ മുഖത്തേക്ക് നോക്കി നിസ്സഹായത്തോടെ തലയാട്ടി കാണിച്ചു. ഇല്ല വിഷ്ണു, അവളും മനക്കിൽ തറവാടിന്റെ ശത്രുവാ. അവളുടെ ചിറ്റ കൊന്നുകളഞ്ഞ എന്റെ കുഞ്ഞമ്മാവന്റെ ചോര കുഞ്ഞിന് പകരമായിട്ടാ എന്റെ കുഞ്ഞ് അവളുടെ ഉദരത്തിലൂടെ ജന്മെടുക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അല്ലാതെ അവളോടുള്ള പ്രണയം കൊണ്ടൊന്നുമല്ല. എനിക്ക് ഒരിക്കലും അവളെ പ്രണയിക്കാനും കഴിയില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു വികാരം എനിക്ക് അവളോട് തോന്നിയാ ആ നിമിഷം എല്ലാം തകർന്നവനെ പോലെ നിറകണ്ണുകളുടെ കുഞ്ഞായിരുന്ന എന്റെ നെറുകയിൽ തൊട്ട് അനുഗ്രഹിച്ചുകൊണ്ട് തറവാടിന്റെ പടിയിറങ്ങി പോകുന്ന എന്റെ കുഞ്ഞമ്മാവന്റെ മുഖ മനസ്സിലേക്ക് കടന്നു വരുന്നു. അതെനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല വിഷ്ണു. ഒരു നെരിപ്പോട് പോലെ നെഞ്ചി കിടന്ന് ഉരുകുക. വർദ്ധിച്ച സങ്കടത്തോടെയും വേദനയോടെയും ദത്തം പറഞ്ഞു. വിഷ്ണു അവന് സഹതാപത്തോടെയും നോക്കി. അതിന് ആ പാവം തനു എന്ത് തെറ്റാടാ ചെയ്ത്? ആർക്കോ ചെയ്ത തെറ്റിന് അവളെയാണോ നീ ക്രൂശിക്കുന്നത്? നീ ഇപ്പൊ അവളോട് ചെയ്ത ഈ തെറ്റുകളുടെ അനന്തരഫലം എത്ര വലുതാണെന്ന് എനിക്ക് ഊഹിക്കാനെങ്കിലും കഴിയോ ദത്ത? നീ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ അവൾക്കൊരു ജീവിതം ഉണ്ടാവുമോ? എല്ലാം അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും അവൾക്കൊരു ജീവിതം നൽകുമോ? ഇനിയുള്ള ജീവിതകാലം മുഴുവൻ അവൾ ആ ഒരു ഓർമ്മയിൽ ജീവിക്കേണ്ടി വരില്ലേ? അല്ലെങ്കിൽ തന്നെ നൊന്ത് പ്രസവിച്ച തന്റെ കുഞ്ഞിനെ നിനക്ക് വിട്ടുതന്നിട്ട് എന്നേക്കുമായിട്ട് നിങ്ങൾ ഉപേക്ഷിച്ചു പോകാൻ അവൾക്ക് സാധിക്കുമോ? ഏതെങ്കിലും ഒരു അമ്മയ്ക്ക് അതിന് സാധിക്കുമോ? അതുവരെ അവൻ പറഞ്ഞെല്ലാം മിണ്ടായെന്ന് കേട്ടുകൊണ്ടിരുന്ന ദത്തന്റെ മുഖം അവസാനത്തെ അവന്റെ ചോദ്യത്തിൽ പുച്ഛത്താലൊന്ന് കൂടി. അതിന് വ്യക്തമായ ഉദാഹരണം അവളുടെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ വിഷ്ണു. നൊന്തു പ്രസവിച്ച സ്വന്തം കുഞ്ഞിനൊരു ദാക്ഷിണ്യം കൂടെ ആ കൊന്നുകളഞ്ഞ സ്ത്രീയല്ലേ രേവതി, അവളുടെ ചിറ്റ. അവർക്കതിന് സാധിക്കുമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഇവൾക്ക് കഴിയില്ല? ദത്തൻ പറഞ്ഞിട്ട് വിഷ്ണുവിനെ നോക്കി. എല്ലാവരും ഒരുപോലെ ആവില്ല ദത്ത. അറിഞ്ഞിടത്തോളം തനുശ്രീ ഒരു നല്ല മനസ്സിന്റെ ഉടമയാ. വിഷ്ണു പറഞ്ഞു. അവൻ നിഷേധത്തോടെ തലയാട്ടി. അവരുടെ ചോര തന്നെയല്ലേ, രക്തഗുണം എന്തായാലും കാണിക്കാണ്ടിരിക്കില്ല. പല്ലുകൾ ഞെരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു കഴിഞ്ഞതും ഇനി അവനോടൊന്നും പറയാനില്ലാത്ത പോലെ വിഷ്ണു നിസ്സായതയോടെ സോഫയിലേക്ക് ഇരുന്നു. ഗേറ്റ് അടന്ന് മുറ്റത്തേക്ക് കാലെടുത്തു വെക്കുമ്പോൾ തനുവിന്റെ ഹൃദയം 10 മടങ്ങ് വേഗത്തിൽ മിടിച്ചുകൊണ്ടിരുന്നു. ഒരു വലിയ രഹസ്യത്തിന്റെ സത്യാവസ്ഥ തേടിയാണ് താനിപ്പോൾ വന്നിരിക്കുന്നത്. ചിറ്റയുടെ നാവിൽ നിന്നറിയുന്ന കാര്യങ്ങൾക്ക് തന്റെ ജീവനോളം തന്നെ വിലയുണ്ട്. ആൾ ഓർത്തുകൊണ്ട് ഉമ്മറത്തേക്ക് കാലെടുത്തു വെച്ചു. കോളിംഗ് ബെല്ലിൽ വിരലമർത്തുമ്പോൾ അവളുടെ കൈകൾ വല്ലാതെ വിറക്കുന്നുണ്ടായിരുന്നു. ഉള്ളം കൈയിലാകെ വിയർപ്പ് തങ്ങി നിറഞ്ഞു. വർദ്ധിച്ച ഹൃദയമിടിപ്പോടെ അവൾ ആ പടിവാതിൽക്കൽ കാത്തു നിന്നു. നിമിഷങ്ങൾ കഴിഞ്ഞതും ആരോ ഡോർ തുറക്കുന്ന ശബ്ദം കേട്ട് അവൾ മുഖമുയർത്തി നോക്കി. മുന്നിൽ നിൽക്കുന്ന തന്റെ ചിറ്റയെ കണ്ടതും അവളുടെ തൊണ്ടക്കുഴിയിൽ നിന്നൊരു ഗദ്ഗതം പുറത്തേക്ക് വന്നു. ചിറ്റയോട് ചോദിക്കാനായി നെഞ്ചിൽ സ്വരുക്കൂട്ടി വെച്ചിരുന്ന കാര്യങ്ങളൊക്കെയും അവിടെ തന്നെ കുടുങ്ങിക്കിടക്കുന്ന പോലെ. ആൾ ഒരു നിമിഷം രേവതിയെ തന്നെ നോക്കി നിന്നു. എന്നാൽ മുന്നിൽ വന്ന് നിൽക്കുന്ന തനുവിനെ കണ്ടതും രേവതി ഓടി അവിടെ അരികിലേക്ക് വന്നു. എവിടെയായിരുന്നു തനുശ്രീ നീ ഇതുവരെ? നിന്നെ എത്രോട്ട് ഞാൻ ഫോൺ ചെയ്തെന്ന് എനിക്കറിയോ? ഇന്നലെ വൈകുന്നേരത്തോട്ട് ഞാൻ നിന്നെ വിളിക്കാൻ തുടങ്ങിയതാ. ഒരു വട്ടെങ്കിലും നീ ഫോൺ എടുത്തോ? ഞാൻ എന്തുമാത്രം ഭയന്നു പോയിന്ന് എനിക്കറിയോ? ആളുടെ അരികിലേക്ക് വന്ന് അവിടെ ഇരുതോളിൽ അമർത്തി പിടിച്ചുകൊണ്ട് രേവതി അവളെ നോക്കി നിർത്താതെ ചോദിച്ചുകൊണ്ടിരുന്നു. ആരാ ചിറ്റേ? സൂര്യനാരായണൻ. തനുവിന്റെ കൈകൾ പിടിച്ചുകൊണ്ട് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്ന രേവതി ഒരു നിമിഷം അവിടെ നാവിൽ നിന്ന വാക്കുകൾ കേട്ട് സ്തബ്ധയായി. യാതൊരു മുഖവരെയും കൂടാതെയായിരുന്നു തനു രേവതിയോട് ചോദ്യങ്ങൾ ചോദിച്ചു. പറയൂ ചിറ്റേ, ആരാ ഈ സൂര്യനാരായണൻ? അയാളും ചിറ്റയും തമ്മിലുള്ള ബന്ധം എന്താ? നിങ്ങൾ തമ്മിൽ പ്രണയത്തിലായിരുന്നു? അയാളുടെ കുഞ്ഞിനെ ചിറ്റ ജന്മം നൽകിയിരുന്നു? അതേ, ഇപ്പൊ എവിടെയാ? പറയൂ ചിറ്റേ, എനിക്കറിയണം. ആള് രേവതിയുടെ ഇരുതോളിലും പിടിച്ചു കുലുക്കിക്കൊണ്ട് ചോദിച്ചു. രേവതിയുടെ മനസ്സിൽ ആ നിമിഷം സൂര്യനാരായണന്റെ മുഖമാണ് കടന്നു വന്നത്. കുസൃതി ചിരിയോടെ തന്നെ ചേർത്ത് പിടിക്കുന്ന സൂര്യനാരായണൻ.
വാത്സല്യത്തോടെയും പ്രണയത്തോടെയും തന്നെ നെറുകയിലും ചുണ്ടുകളിലും ചുംബിക്കുന്ന സൂര്യനാരായണൻ ആത്മാർത്ഥതയോടെയായിരുന്നു തന്നെ പ്രണയിച്ചത്. പക്ഷെ ഒടുവിൽ സംഭവിച്ചത് ചതി. അതുമാത്രം അദ്ദേഹം പൊറുക്കില്ലായിരുന്നു. ആ ഒരു ഓർത്തുകൊണ്ട് കണ്ണുകൾ മുറുക്കി അടച്ചു. എന്തെങ്കിലും ഒന്ന് പറയിച്ചിട്ടേ, നിങ്ങൾ തമ്മിൽ എന്തായിരുന്നു ബന്ധം? അവരൊക്കെ പറഞ്ഞ പോലെ ചിറ്റ അദ്ദേഹത്തെ ചതിച്ചതാണോ? മനഃപൂർവ്വം നിങ്ങളുടെ കുഞ്ഞിനെ ചിറ്റ കൊന്നതാണോ? തരുവിന്റെ ചോദ്യങ്ങൾക്കൊന്നും മറുപടിയില്ലാതെ രേവതി മുഖം കുനിച്ച് നിന്നതേയുള്ളൂ. ഈ മൗനം അസഹനീയമാണ് ചിറ്റേ. ഈ മൗനം കൊണ്ട് ഞാൻ അറിഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണെന്നാണോ ഞാൻ വിശ്വസിക്കേണ്ടത്? നൊന്ത് പ്രസവിച്ച കുഞ്ഞിനെ ചിറ്റ കൊന്നുകളഞ്ഞോ? അപ്പോഴും മൗനമായിരുന്ന രേവതിയെ താനും അവിശ്വസനീയതയോടെ നോക്കി നിന്നു. എങ്ങനെ കഴിഞ്ഞു ചിറ്റേ? നൊന്ത് പ്രസവിച്ച തന്റെ കുഞ്ഞിനെ കൊന്നുകളയാൻ ഏതെങ്കിലും ഒരു അമ്മയ്ക്ക് സാധിക്കുമോ? സ്വന്തം കുഞ്ഞിനെ കൊന്നുകളഞ്ഞിട്ടാണോ ഞങ്ങൾ രണ്ട് പെൺകുട്ടികളെയും ചിറ്റ വാത്സല്യം നന്ന് സ്നേഹിച്ച്? അതോ ഇനി അതിലെന്തെങ്കിലും കള്ളത്തരമുണ്ടോ? മനസ്സിലെ സങ്കടവും ആരോടൊക്കെയുള്ള ദേഷ്യവും വാശിയും കാരണം അവൾ എന്തൊക്കെയാണ് ചോദിക്കുന്നതെന്ന് അവൾക്ക് പോലും അറിയില്ലായിരുന്നു. എന്നാൽ അവിടെ ആ വാക്കുകൾ കേട്ട രേവതി ഞെട്ടിലോടെ മുഖമുയർത്തി അവളെ നോക്കി. ശേഷം ഒരു പൊട്ടിക്കരച്ചിലോടെ ഓടി അകത്തേക്ക് കയറിപ്പോയി. അപ്പോഴാണ് താൻ എന്താണ് പറഞ്ഞതെന്ന ബോധം അവൾക്കും ഉണ്ടായത്. അവൾ ഇരുകൈകൾ കൊണ്ട് തലയിൽ അമർത്തി പിടിച്ചുകൊണ്ട് ആ വരാന്തിയിലേക്ക് ഇരുന്നു. അന്ന് പതിവിലും വൈകിയാണ് ദത്തൻ വീട്ടിലേക്ക് വന്നു കയറിയത്. മനസ്സാകെ അസ്വസ്ഥമായതുകൊണ്ട് അവൻ വിഷ്ണുവിന്റെ അരികിൽ തന്നെ ഇരിക്കുകയായിരുന്നു. വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയതും മുന്നിലെ സോഫയിൽ കണ്ണുകൾ അടച്ചിരിക്കുന്ന അപ്പച്ചി കണ്ട് അവനും നിന്നു. ഒരു നിമിഷം അവരെ തന്നെ നോക്കിയ ശേഷം ആ മറ്റൊന്നും ആലോചിക്കാതെ അവരുടെ മടിയിലേക്ക് ചെന്ന് കിടന്നു. മടിയിൽ എന്തോ ഭാരം അനുഭവപ്പെട്ടപ്പോഴാണ് രാജേശ്വരി കണ്ണുകൾ തുറന്ന് നോക്കിയത്. തന്റെ മടിയിൽ മുഖം പൂഴ്ത്തി കിടക്കുന്ന ദത്തനെ കണ്ടതും അവരുടെ കണ്ണുകൾ വിടർന്നു. ചുണ്ടിൽ വാത്സല്യത്തിന്റെ പുഞ്ചിരി തെളിഞ്ഞു. മറ്റൊന്നും ചിന്തിക്കാതെ ആറു വലം കൈയുയർത്തി അവന്റെ നെറുകയിലൊന്ന് തലോടി. അതറിഞ്ഞതും അവന്റെ ചുണ്ടിലൊരു പുഞ്ചിരി തെളിഞ്ഞു. ദത്തന്റെ മുടികളിലൂടെ വിരലോടിച്ചുകൊണ്ടിരുന്ന രാജേശ്വരിയുടെ മനസ്സിൽ പെട്ടെന്ന് തനുവിന്റെ മുഖം കടന്നു വന്നു. ഒരു നിമിഷം അവിടെ കണ്ണുനീരും വേദനകളും അവരുടെ മനസ്സിൽ തുളച്ചു കയറി. ആ നിമിഷം മനസ്സിൽ തോന്നിയ വാത്സല്യത്തെ തടഞ്ഞിർത്തിക്കൊണ്ട് അവർ തന്നെ മടിയിൽ നിന്ന് അവന്റെ തല പിടിച്ചു മാറ്റി. ശേഷം ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് തന്നെ മുറിയിലേക്ക് നടന്നു. അവർ പോകുന്നു നോക്കിയിരുന്ന ദത്തന്റെ നെഞ്ചിൽ വല്ലാത്തൊരു വേദന തിങ്ങി നിന്നു. അവനൊരു നെടുവീർപ്പോടെ സോഫയിൽ നിന്ന് എഴുന്നേറ്റ് മുകളിലേക്കുള്ള പടികൾ കയറി. ദത്ത, ഭക്ഷണം കഴിക്കുന്നില്ലേ? 2 സ്റ്റെപ്പ് മുകളിലേക്ക് കയറിയപ്പോഴാണ് ശ്രീദേവിയുടെ ശബ്ദം കേൾക്കുന്നത്. അവൻ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. എനിക്ക് വേണ്ടമ്മേ, ഞാൻ വിഷ്ണുവിന്റെ വീട്ടിൽ നിന്ന് കഴിച്ചു. അതിനൊന്ന് മൂളിക്കൊണ്ട് അവർ തിരിച്ചടക്കാൻ തുടങ്ങിയതും എന്തോ ഓർത്ത പോലെ അവൻ അവരെ വീണ്ടും വിളിച്ചു. അമ്മ. ദത്തം വിളിച്ചിട്ട് ശ്രീദേവി നെറ്റി വിളിച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി. അത് പിന്നെ ആളെവിടെ? തരുശ്രീ. അവൻ ചോദിച്ചിട്ട് അവരുടെ മുഖം മാറി. ആർക്കറിയാം, ഉച്ചയ്ക്ക് ഇവിടുന്ന് ആരെയോ കാണാന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുന്നുണ്ട്. സന്ധ്യയായപ്പോൾ തിരിച്ചു വന്നു കയറിയുടെ ആ മുറി കയറി അടച്ചുകൂട്ടി ഇരിക്കാൻ തുടങ്ങിയതാ. പിന്നെ ഇങ്ങോട്ട് കണ്ടിട്ടേ ഇല്ല. അവർ പറഞ്ഞിട്ട് അവനെ നെറ്റി വിളിഞ്ഞു. അവനൊന്നും മിണ്ടാതെ നേരെ മുകളിലേക്ക് കയറിപ്പോയി. ചാരിയിട്ടിരുന്ന വാതിൽ പതിയെ തള്ളി തുറന്നാണ് അകത്തേക്ക് കയറിയതും ചുറ്റിനും പടർന്നു കിടക്കുന്ന ഇരുട്ട് കണ്ട് അവൻ സംശയത്തോടെ നിന്നു. ശേഷം കൈയെത്തിച്ച് ലൈറ്റ് ഓൺ ചെയ്തു. റൂമിന്റെ ഒരു മൂലയിൽ മുട്ടിൽ മുഖം അമർത്തി കുനിഞ്ഞിരിക്കുന്നവളെ കണ്ട് അവന്റെ കണ്ണുകളൊന്ന് കുറി. അവൻ പതിയെ അവളുടെ അരികിലേക്ക് നടന്നു. പകുതി നടന്നു ചെന്നപ്പോഴേക്കും എന്തോ ഓർത്തുന്ന പോലെ അവൻ അവിടെ തന്നെ നിന്നു. ഒരു നിമിഷം അവൾ തന്നെ നോക്കിയതിനു ശേഷം അവൻ പെട്ടെന്ന് വെട്ടിത്തിരിഞ്ഞോട് വാഷ്റൂമിലേക്ക് പോയി. അപ്പോഴും അവൻ വന്നോ പോയതൊന്നും അറിയാതെ അവൾ ആ മൂലിൽ തന്നെ ചുരുണ്ടുകൂടി ഇരിക്കുകയായിരുന്നു. അല്പസമയത്തിന് ശേഷം കുളി കഴിഞ്ഞ് അതിന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴും തനു അങ്ങനെ തന്നെ ഇരിക്കുകയായിരുന്നു. ഇവൾക്ക് ഇതെന്താ പറ്റിയത്? എന്തെങ്കിലും ആവട്ടെ. അവൻ സംശയത്തോടെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് തോൾ കിടന്നിട്ട് അവളെടുത്ത് മുഖം അമർത്തി തുടച്ചു. ശേഷം അവളൊന്നുകൂടി നോക്കിക്കൊണ്ട് ലൈറ്റ് ഓഫ് ചെയ്ത് ബെഡിലേക്ക് കയറി കിടന്നു. അപ്പോഴും കെട്ടുപൊട്ടിയ ചിന്തകളോടൊപ്പം മറ്റൊന്നും ആലോചിക്കാതെ തനു അതേ ഇരിപ്പ് തന്നെ ഇരിക്കുകയായിരുന്നു. ഇതേ സമയം ഇന്നത്തെ സംഭവങ്ങളോർത്ത് കട്ടിൽ നിർവികാരതയോടെ ഇരിക്കുകയായിരുന്നു രേവതി. അവളുടെ മനസ്സിലേക്ക് തനു വന്ന് ചോദിച്ച ഓരോ ചോദ്യങ്ങളും ശക്തമായി പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടിരുന്നു. തനുവെല്ലാം അറിഞ്ഞിരിക്കുന്നു. ഇനി അവൾ തന്നെ വെറുക്കും. എന്റെ കുട്ടി എന്നെ പൂർണ്ണമായും വെറുക്കും. അവർ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു. അതിന്റെ ഫലമായി അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് ഒഴുകിക്കൊണ്ടിരുന്നു. ചിറ്റേ. പെട്ടെന്ന് ശബ്ദം കേട്ട് അവർ നിറഞ്ഞൊഴുകിയ കണ്ണുകൾ അമർത്തി തുടച്ചു. ശേഷം വാതിൽക്കൽ നിൽക്കുന്ന കുഞ്ഞുവിനെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. ചിറ്റ എന്തായി നീ ഇവിടെ കിടക്കുന്നേ? രാത്രി എന്നോടൊപ്പല്ലേ വന്ന് കിടക്കാറ്? അവൾ അകത്തേക്ക് കയറിക്കൊണ്ട് ചോദിച്ചു. രേവതി പതിയെ കട്ടിൽ നിന്ന് എഴുന്നേറ്റു. ഒന്നുമില്ല മോളെ, ഞാൻ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് ഇവിടെ ഇരുന്നു പോയതാ. ആർ പറഞ്ഞതും കുഞ്ഞു അവളുടെ അരികിലേക്ക് വന്ന് അവളെ ചുറ്റിപ്പിടിച്ചു. വല്ലാത്ത വിഷമം തോന്നുക ചിറ്റേ, ചേച്ചി കൂടി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ. ആൾ പറഞ്ഞിട്ട് രേവതിയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു. ചേച്ചിക്ക് വരാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ടല്ലേ കുഞ്ഞു. സാരമില്ല, ഈ തിരക്കൊക്കെ ഒഴിയുമ്പോൾ ചേച്ചി വരൂ കേട്ടോ. ആർ പറഞ്ഞു. ആളൊന്ന് മൂളിക്കൊണ്ട് തലയാട്ടി. അപ്പോഴും അവളുടെ മുഖത്ത് സങ്കടവും നിരാശയും നിറഞ്ഞു നിന്നിരുന്ന് രേവതി ശ്രദ്ധിച്ചു. എങ്കിലും അവൾ കൂടുതലൊന്നും ചോദിക്കാൻ നിന്നില്ല. എന്നാ ശരി, വാ പോയി കിടന്നുറങ്ങാം. ആർ പറഞ്ഞുകൊണ്ട് അവളെയും കൂട്ടി പുറത്തേക്ക് നടന്നു. അവൾ അനുസരണയുള്ള കുട്ടിയെ പോലെ അവരുടെ കൂടെ ചെന്നു. ശക്തമായ മിന്നലിനൊപ്പം കാതുകൾ തുളച്ചു കയറി ഇടിമുഴക്കം കേട്ടതും ദത്തൻ ഞെട്ടലോടെ കണ്ണുകൾ വലിച്ചു തുറന്നു.
ചുറ്റിനും പറന്നു കിടക്കുന്ന ഇരുട്ടിൽ അവനൊന്നും തന്നെ കാണാൻ സാധിച്ചിരുന്നില്ല. അവൻ കൈയെത്തിച്ച് ടേബിൾ ലാമ്പ് ഓൺ ചെയ്തു. കണ്ണുകൾ നേരെ പോയത് സോഫയിലേക്കായിരുന്നു. അവിടെ തനുവിനെ കാണാതായതും അവന്റെ കണ്ണുകൾ അടുത്തതായി അവൾ നേരത്തെ ഇരുന്ന സ്ഥലത്തേക്ക് നീണ്ടു. അവിടെ അവളെ കാണാതെയായതും അവനൊന്ന് ഭയന്നു. അവൻ കട്ടിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ചുറ്റിനും നോക്കി. റൂമിലൊന്നും അവളെ കണ്ടിരുന്നില്ല. അവൻ വാഷ്റൂമിലും ബാൽക്കണിയിലൊക്കെ ചെന്ന് നോക്കി. അവിടെ ഒന്നും അവൾ ഉണ്ടായിരുന്നില്ല. അവൻ ഇരുകൈകൾ കൊണ്ട് മുകളിൽ കോർത്തു വലിച്ചുകൊണ്ട് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് റൂമിലെ ഡോർ ലോക്ക് ചെയ്തില്ലെന്ന് അവന് മനസ്സിലായത്. അവൻ വേഗം പുറത്തേക്ക് ഇറങ്ങി ചുറ്റിലും നോക്കിയതും ടെറസിലേക്കുള്ള വാതിൽ തുറന്നു കിടക്കുന്നുണ്ട്. അവൻ സംശയത്തോടെ അങ്ങോട്ടേക്ക് നടന്നു. പാതി തുറന്ന വാതിൽ മുഴുവനായി തുറന്നുകൊണ്ട് മുന്നോട്ട് നോക്കിയതും ശക്തമായ മഴയിൽ നനഞ്ഞൂതിർ നിൽക്കുന്ന പെൺരൂപത്തെ കണ്ട് അവൻ തറഞ്ഞു നിന്നുപോയി. തനു തനു അവൻ പതിയെ പറഞ്ഞുകൊണ്ട് ആ പെരുമഴയിലേക്ക് ഇറങ്ങിയോടെ അരിയിലേക്ക് നടന്നു. തനുശ്രീ തോളിൽ പതിഞ്ഞ കയ്യോടൊപ്പം തന്റെ പേര് വിളിക്കുന്ന ആ ശബ്ദം തിരിച്ചറിഞ്ഞതും അവൾ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. മുന്നിൽ നിൽക്കുന്ന ദത്തനെ അവൾ ഒരു നിമിഷം നോക്കി നിന്നു. അവളുടെ ആ നോട്ടം നെഞ്ചിൽ വന്ന് തറച്ച പോലെ അവനൊന്ന് പിടഞ്ഞു. എന്തിനോ അവന്റെ കണ്ണുകൾ ഈറനായി. അതിനെ മറച്ചുകൊണ്ട് അവൻ അവളെ രൂക്ഷമായി നോക്കി. താനെന്തോടെ ഈ പെരുമഴത്തൊന്നും ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? അവന്റെ ഗൗരവത്തോടെയുള്ള ചോദ്യത്തിന് മറുപടി അറിയാതെ അവൾ വീണ്ടും നിറഞ്ഞു പെയ്യുന്ന മഴയിലേക്ക് തന്നെ നോക്കി. ചോദിച്ചു കേട്ടില്ല തനു? ഒന്നുമില്ല. അവൻ വീണ്ടും അല്പം ശബ്ദമുയർത്തിക്കൊണ്ട് ചോദിച്ചു. പതിഞ്ഞ ശബ്ദത്തിൽ അവൾ മറുപടി പറഞ്ഞു. ഈ മഴയത്ത് ഇങ്ങനെ ഇവിടെ നിൽക്കണ്ട, വാ. അവൻ പറഞ്ഞിട്ടും അവളൊന്നും മിണ്ടാ അങ്ങനെ തന്നെ നിന്നതേയുള്ളൂ. വരാൻ. ഒരു നിമിഷം കൂടി അവളെ നോക്കിയതിനു ശേഷം അവൻ മുഖത്തൂടെ ഒഴുകിയിറങ്ങുന്ന വെള്ളത്തുള്ളികളെ കൈകൊണ്ട് അമർത്തി തുടച്ചുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് അകത്തേക്ക് നടന്നു. പെട്ടെന്നുള്ള അവന്റെ പ്രവൃത്തികളൊന്നും ഞെട്ടിയെങ്കിലും അവൾ എതിർപ്പൊന്നും പ്രകടിപ്പിക്കാതെ അവന്റെ കൂടെ അകത്തേക്ക് നടന്നു. തനുവിനെയും കൊണ്ട് റൂമിലേക്ക് കയറി ഡോർ ലോക്ക് ചെയ്ത ശേഷം അവൻ അവളെയും നോക്കി. സാരിയാണ് വേഷം. ആകെ നനഞ്ഞൂതിർന്നു. അവൻ വേഗം കബോർഡ് തുറന്നൊരു ടവലും മാറിയെടുക്കാനുള്ള ഡ്രസ്സും എടുത്ത് അവളുടെ ദേഹത്തേക്ക് എറിഞ്ഞെടുത്തു. അവൾ ഞെട്ടിലോടെ തന്നെ ദേഹത്ത് വന്ന് തട്ടി നിലത്തേക്ക് വീണ ഡ്രസ്സിലേക്കും നോക്കി. ശേഷം അവന്റെ മുഖത്തേക്കും. പോയി ഫ്രഷ് വാ. സംശയത്തോടെ നോക്കുന്നവളുടെ മുഖത്തേക്ക് നോക്കി ഗൗരവത്തോടെ പറഞ്ഞുകൊണ്ട് അവൻ മറ്റൊരു ടവലെടുത്ത് തന്നെ നനഞ്ഞ മുടി തോർത്താൻ തുടങ്ങി. അപ്പോഴേക്ക് അവൾ ഒരു നെടുവീർപ്പോടെ വാഷ്റൂമിലേക്ക് കയറിയിരുന്നു. നിമിഷങ്ങൾ കഴിഞ്ഞു പോയതും അവൾ ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങി. ആ നേരം കൊണ്ട് അവന് നനഞ്ഞ വസ്ത്രങ്ങൾ മാറ്റി വേറെ വസ്ത്രം ധരിച്ചിരുന്നു. പുറത്തേക്ക് ഇറങ്ങിയ തനു അവന് നിർവികാരതയോടെ നോക്കിയ ശേഷം സോഫയിലേക്ക് വന്ന് കിടന്നു. ഒരു നിമിഷം അവളൊന്ന് നോക്കിയ ശേഷം അവനും ബെഡിലേക്ക് പോയി കിടന്നു. അല്പസമയം ഇങ്ങനെ കിടന്ന ശേഷം എന്തോ ആലോചിച്ചുകൊണ്ട് അവൻ അവളുടെ നേരെ തിരിഞ്ഞു. താനിന്ന് ഉച്ചയ്ക്ക് എവിടെ പോയതാ? ചിറ്റയെ കാണാൻ. ഒന്ന് ആലോചിക്കുക പോലും ചെയ്യാതെയുള്ള അവിടെ ആ മറുപടിയിൽ നിന്ന് തന്നെ അവന്റെ ഉള്ളിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടിയിരുന്നു. കൂടുതലൊന്നും ചോദിക്കാതെ ഒന്ന് അമർത്തി മൂളിക്കൊണ്ട് അവൻ തിരിഞ്ഞു കിടന്നു. അപ്പോഴും ഉറക്കം വരാത്ത ചിന്തകളുമായി അവൾ ആ വെളുത്ത റൂഫിലേക്ക് തന്നെ നോക്കി കിടക്കുകയായിരുന്നു. ദിവസങ്ങൾ ഓടി മറഞ്ഞു. തനുവായിട്ടുള്ള ദത്തന്റെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ 3 മാസം കഴിഞ്ഞു. ഈ 3 മാസങ്ങൾക്കിടയിൽ തനുവിന്റെയും ദത്തന്റെയും ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. എന്നാൽ ഈ സമയങ്ങളിലൊക്കെയും തനുവിനോട് വഴക്കിടാനുള്ള അവസരങ്ങളൊക്കെയും ദത്തനെ ഒഴിവാക്കി. അവളുടെ കയ്യിൽ നിന്ന് കിട്ടുന്നൊന്ന് വാങ്ങിച്ചു കൂട്ടാൻ അവന് വയ്യ. അത് തന്നെ കാരണം. തനുവും അങ്ങനെ തന്നെ. അവനോട് അടികൂടാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെയും അവളും പരമാവധി ഒഴിവാക്കി വിടും. അതുപോലെ തന്നെ ഇപ്പോൾ ചിറ്റയോടധികം സംസാരിക്കാറില്ല. ചിറ്റയുടെ ഭാഗ്യം എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമേ ഇനി പൂർണ്ണമായും തനുവിന് അവരോട്. തനുശ്രീ. രാത്രി കിടക്കാനായി റൂമിലേക്ക് വന്ന തനു ബെഡ് വിരിക്കുന്നതിനിടയിലാണ് ദത്തന്റെ ശബ്ദം കേട്ടത്. അവൻ ഞെട്ടിലോടൊന്ന് തിരിഞ്ഞു നോക്കി. താൻ ഫ്രീ ആണെങ്കിൽ ഒന്ന് ടെറസിലേക്ക് വാ. ആൾക്ക് മറുപടി അത്രയും പറഞ്ഞുകൊണ്ട് അവ വാതിൽ കടന്ന് പുറത്തേക്ക് ഇറങ്ങി. ഒന്ന് ആലോചിച്ചതിന് ശേഷം അവൾ തന്നെ പിന്നാലെ ചെന്നു. തനു മുകളിലെത്തിയതും ടെറസിന്റെ ഒരു കോണിൽ നിന്ന് പുറത്തെ കട്ട പിടിച്ച് ഇരുട്ടിലേക്ക് നോക്കിക്കൊണ്ട് ഒരു സിഗരറ്റ് കത്തിച്ച് ചുണ്ടിലേക്ക് ചേർത്ത് വെക്കുന്ന ദത്തനെ കണ്ട് അവൾ ഒരു നിമിഷം അങ്ങനെ തന്നെ നിന്നു. എന്തുകൊണ്ടോ അവളുടെ മനസ്സിൽ വല്ലാത്തൊരു ഭീതി പടർന്നിരുന്നു. അവൻ പറയാൻ പോകുന്ന കാര്യത്തിന്റെ ഏകദേശ രൂപം അവൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ ഒരല്പം ഭയത്തോടെ തന്നെ അവർ അരിയിലേക്ക് നടന്നു. പിന്നിൽ തനുവിന്റെ സാന്നിധ്യം അറിഞ്ഞു ദത്തൻ കയ്യിൽ നിന്ന് സിഗരറ്റ് പുറത്തേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് അവളുടെ നേരെ തിരിഞ്ഞു. ആ നിമിഷം അവന്റെ മുഖഭാവം കണ്ടതും അവളിൽ ഒന്നുകൂടി ഭീതി നിറഞ്ഞു. എന്താ, എന്തിനാ വരാൻ പറഞ്ഞേ? ആൾ വിറയലോടെ ചോദിച്ചു. അതിന് മറുപടിയായി അവനോടെ നോക്കിയ ശേഷം വീണ്ടും പുറത്തേക്ക് കണ്ണുകൾ നട്ട് നിന്നു. അല്പസമയം അവർക്കിടയിൽ എന്തിനെന്നറിയാതെ മൗനം തളം കെട്ടി നിന്നു. തനുശ്രീ. ആ മൗനത്തെ ഭേദിച്ചുകൊണ്ട് അവൻ തന്നെ അവളുടെ പേരെടുത്ത് വിളിച്ചു. അവൻ വിളിച്ചു കേട്ട് മുഖമുയർത്തി നോക്കിയതും തന്നെ നോക്കി നിൽക്കുന്നവനെ കണ്ട് ആളൊന്ന് പതറി. അത് തനിക്കിപ്പോഴും എന്നോട് ദേഷ്യമുണ്ടോ? അവൻ എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചതെന്ന് മനസ്സിലാവാതെ അവൾ സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. ആദ്യ നാളിൽ ഞാൻ തന്നോട് വളരെ മോശമായിട്ട് തന്നെയായിരുന്നു പെരുമാറിയത്. അതിന്റെ കാരണം എന്തായിരുന്നു ഇപ്പൊ തനിക്കറിയാലോ. അവൻ ചോദിച്ചു കേട്ടതും അവളുടെ മനസ്സിലേക്ക് ലക്ഷ്മിയും വിഷ്ണുവും പറഞ്ഞ ഓരോ കാര്യങ്ങളും കടന്നു വന്നു. അവൾ നിർവികാരതയോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. തന്റെ ചിറ്റയോടുള്ള പക, അവരോടുള്ള ദേഷ്യം,
അതുകൊണ്ട് മാത്രമാണ് തന്നോട് ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയത്. നിന്റെ കണ്ണുനീര് കണ്ട് അവർക്ക് വേദനിക്കാൻ വേണ്ടി. ആരും തുണയില്ലാതെ നീ നരയിക്കുന്ന കാണുമ്പോൾ അവരുടെ മനസ്സ് നീർന്ന് കാണാൻ വേണ്ടി. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ നിന്നോടെ കൊണ്ടുവന്ന് അത്രയും ദ്രോഹിച്ചത്. അവൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ ആ നിമിഷം അവളുടെ മനസ്സിലേക്ക് അവൻ തന്നെ ക്രൂരമായി ഉപദ്രവിച്ചതും വാക്കുകൾ കൊണ്ട് അപമാനിച്ചൊക്കെയാണ് കടന്നു വന്നത്. അതിന്റെ ഫലമായി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അത് കണ്ടത് അവന് ദീർഘശ്വാസം എടുത്തുകൊണ്ട് അവളിൽ നിന്ന് ഓട്ടമാറ്റി പുറത്തേക്ക് നോക്കി നിന്നു. ഒരു നിമിഷം ഇരുവർക്കിടയിൽ വീണ്ടും നിശബ്ദത കടന്നു വന്നു. അല്പസമയത്തിന് ശേഷം ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് അവൻ വീണ്ടും പറഞ്ഞു തുടങ്ങി. പക്ഷെ അത് തെറ്റായി പോയെന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. തന്റെ ചിറ്റയുള്ള ദേഷ്യത്തിന് പുറത്തും പിന്നെ മദ്യത്തിന്റെ ലഹരിയിലും ഞാൻ തന്നെ ഒരുപാട് ഉപദ്രവിച്ചു. തന്റെ സ്ത്രീത്വം തന്നെ അപമാനിച്ചു. അതിന് ഞാൻ തന്നോട് ക്ഷമ ചോദിക്കുന്നു. എന്തിന്റെ പേരിലാണെങ്കിൽ പോലും ഒരു പെണ്ണിനോട് ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. സോറി. അവനതും പറഞ്ഞുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കിയതും കേട്ടത് വിശ്വസിക്കാനാവാതെ തന്നെ പാഴ്ച നോക്കിക്കൊണ്ട് നിൽക്കുന്നവളെയാണ് അവൻ കണ്ടത്. സത്യത്തിൽ അവനിൽ നിന്നിങ്ങനെ ഒരു മാപ്പ് പറച്ചിൽ അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തുകൊണ്ടോ ചുട്ടുപൊള്ളിയിരുന്ന തന്റെ മനസ്സിലൽപ്പം കുളിർ മഴ പെയ്യുന്ന പോലെ ആ നിമിഷം അവൾക്ക് തോന്നി. അവൾ ഒരു നിമിഷം അവനെ തന്നെ നോക്കി നിന്നു. അല്പസമയത്തിന് ശേഷം അവൻ വീണ്ടും പറഞ്ഞു തുടങ്ങി. ആ സമയം അതുവരെ ഉണ്ടായിരുന്ന അവന്റെ ഭാവം മാറിയിരുന്നു. അത്രയും നേരം ആർദ്രതയോടെ സംസാരിച്ചിരിക്കുന്നവന്റെ വാക്കുകളിൽ ആ നിമിഷം മുതൽ ഗൗരവം നിറഞ്ഞു നിന്നു. അന്ന് ഞാൻ തന്നോട് ചെയ്തത് തെറ്റ് തന്നെയാണ് എന്നിരുന്ന് നമ്മൾ തമ്മിലുള്ള ഡീൽ ഞാൻ ഉപേക്ഷിച്ചിട്ടൊന്നുമില്ല. അവൻ പറഞ്ഞു കേട്ട് അവൾ ഞെട്ടലോടെ മുഖമുയർത്തി നോക്കി. എന്താ പറഞ്ഞേ? അത്രയും നേരം അവളുടെ മുഖത്ത് തെളിഞ്ഞെന്ന ആശ്വാസം ആ നിമിഷം അവളിൽ നിന്നും പടിയിറങ്ങിപ്പോയിരുന്നു. ഞാനെന്താ പറഞ്ഞു വന്നെന്ന് തനിക്ക് കൃത്യമായിട്ട് തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. പിന്നെ ഈ ചോദ്യത്തിന്റെ ആവശ്യമുണ്ടോ? അവൻ ചോദിച്ചവളുടെ തലകുനിഞ്ഞു. ഓക്കെ, എന്തായാലും താൻ മറന്നുപോയെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം. അവൻ പറഞ്ഞു. അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു നിമിഷം നിന്നു. ഞാൻ തനിക്ക് 10 ലക്ഷം രൂപയിൽ നിന്ന് കഴുത്തിലൊരു താലിയും കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്ന് എന്തിനാണെന്ന് എനിക്കറിയാലോ. അവൻ ചോദിച്ചു. അവൾ നിർവികാരതയോടെ അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി. തന്നോട് തെറ്റ് ചെയ്തു പോയതിന്റെ പേരിൽ ഞാനതങ്ങ് വിട്ടുകളെന്ന് എഴുതിയോ? അവന്റെ സ്വരത്തിൽ അല്പം പരിഹാസം കലർന്ന് അവൾക്ക് മനസ്സിലായി. അവൾ മറുപടിയൊന്നുമില്ലാതെ തലനിച്ച് നിന്നു. എന്റെ രക്തത്തിൽ പിറന്നൊരു കുഞ്ഞ്, അത് നിന്റെ ഉദരത്തിലൂടെ. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ പണം മുടക്കി നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അവൻ പറയുന്നല്ല അവൾ നിർവികാരതയോടെ കേട്ടുകൊണ്ട് നിന്നു. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി കാണുമല്ലോ. അവൻ ചോദിച്ചതും അവളൊന്നും പറയാതെ അവനെ ദയനീയമായി നോക്കിയതേയുള്ളൂ. അവിടെ ആ നോട്ടം കണ്ടതും പറയാമെന്ന് മുഴുവനാക്കാതെ അവൻ അവളെ തന്നെ നോക്കി നിന്നു. കണ്ണുകൾ പരസ്പരം ഇടഞ്ഞതും അവന്റെ ഹൃദയതാളം മുറുകി. തനിക്കിതെന്താണ് ഈ സംഭവിക്കുന്നത്? ഇവളുടെ കണ്ണുനീര് കാണുമ്പോൾ എന്തുകൊണ്ടാ തന്നെ നെഞ്ചിങ്ങനെ വേദനിക്കുന്നത്? അവൻ മനസ്സിൽ അവനോട് തന്നെ ചോദിച്ചു. ഇനി വിഷ്ണു പറഞ്ഞ പോലെ എനിക്ക് ഇവളുടെ ആത്മാർത്ഥമായിട്ട് പ്രണയം തോന്നുന്നുണ്ടോ? അവൻ മനസ്സിൽ ചിന്തിച്ചു. തുടരും.